നിസ്സാരമല്ലല്ലോ. തോറ്റ് എന്നുള്ളത് തോൽവി തന്നെയല്ലേ. അപ്പം അത് BJP ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ കഴിയില്ല. അതിന് UDF പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളല്ല. അതാണ് ഇതിൻ്റെയൊക്കെ വിഷയം. അവരിതെല്ലാം അന്തർധാര എന്ന് പറഞ്ഞിട്ട് ഒരു അന്തർധാരയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-ഓ BJP-യുമായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് ശരിയല്ല. BJP അധികാരത്തിൽ വന്നു എന്നുള്ളത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ, രാഷ്ട്രീയമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. LDF മുന്നോട്ട് വെച്ച ക്യാമ്പയിൻ അത് പ്രത്യേകിച്ച് ഈ LDF-ന്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഇല്ല, അങ്ങനെയല്ലല്ലോ. വന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ചു പോയി എന്ന് മാത്രമല്ലല്ലോ. വന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ചു പോയി എന്നുള്ള ഒരു നിലപാട് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ഒരു പ്രാധാന്യമൊന്നും അത്തരം പ്രശ്നങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അല്ല, വികസനവും ക്ഷേമവും എന്നുള്ളത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസന കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം വന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കി പരിശോധിക്കല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശരിയല്ല. അത് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ശ്രദ്ധ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ്. രാജ്യത്താകമാനം വർഗീയ ഏകീകരണത്തിന് വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. RSS സംഘപരിവാർ ശക്തികൾ. അതിൻ്റെ ഗൗരവത്വം കണ്ടുകൊണ്ട് തന്നെയുള്ളൊരു നിലപാടാണ് ഇവിടെ BJP അധികാരത്തിൽ വന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ ആ നിലയാണ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുക. ഗൗരവത്തിലെ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് ഭാവി നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. എല്ലാം ഇപ്പൊ പറയാൻ പറ്റില്ല. ഞങ്ങൾ പോയിച്ചിട്ട് നോക്കിയിട്ടല്ലേ പറയാം. പറഞ്ഞത് രാഷ്ട്രീയമായി BJP-യും സംഘപരിവാറിനെയും നേരിടാനുള്ള ശക്തി ഇടതുപക്ഷത്തിനാണ് കേരളം പറയാറുണ്ട്. പക്ഷേ ആ ഒരു നറേറ്റീവിനെ ക്ഷീണിപ്പിക്കുന്നതല്ലേ ഇപ്പോൾ ഈ കോർപ്പറേഷനിൽ അടക്കം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ മുന്നേറ്റവും ഇത് ഒരു കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ള നിലപാട് നമ്മൾ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കി സമീപനം എടുക്കേണ്ടതാണ്. അത്തരമൊരു പരിശോധനയ്ക്ക്, എല്ലാ പരിശോധനയ്ക്കും CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാണ് എന്നുള്ളതാണ് CPM-ന്റെ